ഏറെക്കുറെ ഇതിനെന്താ പറയാ? അതല്ലാതെ എന്ത് പറയും? നമ്മളിപ്പോൾ എപ്പോഴും പറയുന്ന സംഗതിയാണ്. ജസ്റ്റ് ഒരു ഇമാജിനേഷൻ ചെയ്യാൻ പറഞ്ഞില്ല. ഇപ്പം ആരായിട്ട് പറയില്ലേ? പറഞ്ഞോ? ഡിഫൻഡർ, ഒരു ഡിഫൻഡറാണ്. ഡിഫൻഡർ നേരെ ബോളേക്ക് വരുമ്പോഴേ എവിടുന്ന് ഡിഫൻഡറെ ബീറ്റ് ചെയ്യണം? ഏറെക്കുറെ ഒരു ടാക്കിംഗ് ഡിസ്റ്റൻസിന് ഡിസാൻ ട്രിപ്പിൾ ചെയ്തോ, വലിച്ചു പോയി ബോൾ കയ്യിലേക്ക് കൺട്രോൾ ചെയ്തോ, ഇവിടെ നമ്മൾ ജോയിൻ ചെയ്തു. ഓക്കെ, ഇനി ഇവിടുന്ന് ഒരാൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നു, അവിടെ നിന്ന് എന്ത് ചെയ്യും? അത് സ്റ്റാർട്ട് ചെയ്യും. ഈ ഇങ്ങോട്ട് ടേൺ ചെയ്യുമ്പോൾ ഇങ്ങനെ പോകണ്ടേ? ഇങ്ങോട്ട് പോകുമ്പോഴോ ഇങ്ങനെ പോകും. ഗുഡ്. ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്യും. സ്ലോവിലാണോ, മീഡിയം ആണോ, ഫാസ്റ്റ് ആണോ? ടോട്ടാലിറ്റിയിൽ പറഞ്ഞു. ഒരുവിധ ആളുകൾ നോക്കി സ്ലോ അല്ല, പക്ഷേ ഇനി അത് ഫാസ്റ്റ് ആവണം. അതുകൂടി സ്പീഡായിരിക്കും. ബീറ്റ് ചെയ്യുക, ഡിഫൻഡർ ബീറ്റ് ചെയ്യാനും നല്ല സ്പീഡാവണം. ഇവിടുന്ന് ട്രിപ്പിൾ ചെയ്ത് പോകുമ്പോൾ നല്ല സ്പീഡ് വരണം. ക്ലിയർ? അത് നോക്കിയാളോ? ഡിഫൻഡർ ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ കളിക്കുമ്പോൾ ഡിഫൻഡർ ഇങ്ങനെ ഇവിടെ നോക്കേ അല്ലേ? ഡിഫൻഡർ ഇങ്ങനെ നിൽക്കുമ്പോൾ ഡിഫൻഡർ ഇങ്ങനെ പോവോ? ഇങ്ങനെ അങ്ങനെ പോണ്ടേ? എവിടെന്നാ ഡിഫൻഡറെ ബീറ്റ് ചെയ്യാ? അതിനെന്താ പറയാ? അതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ടാക്കിംഗ് ഡിസ്റ്റൻസ്. നിങ്ങൾ ചെയ്തോ? അപ്പൊ എവിടെ നിന്ന് ചെയ്യണതാ? യെസ്, ഇവിടെ എത്തി. ഇസിനെ ഇവിടുന്ന് സ്റ്റാൻഡ് ചെയ്യും. ഓക്കെ, ഇനി ചെയ്യുമ്പോൾ അത് ചെയ്യാം. അതല്ല അവിടെ ഇവിടെ നേരെ നമ്മൾ ഇതാക്കില്ല. ആ പോക്ക് പോയി ഡിഫൻഡർ നേരെ നമ്മൾ പോകും. അപ്പോൾ ബിലാൽ അങ്ങനെ അടുത്ത റെഡിയാണ്. അപ്പം എന്താ ചെയ്യും? എനിക്ക് കാര്യം പോകും. അപ്പോൾ അവിടെ എങ്ങനെ പോകണം? അത്രക്കാട്ട് പോകണ്ട. അച്ഛൻ ചെയ്യും ചെയ്ത് ഇവൻക്ക് ഇങ്ങനെ ടാക്കിൾ ചെയ്യാം, ഇങ്ങനെ ചെയ്യാം, ഇങ്ങനെയും ചെയ്യാം.
നേരത്തെ പറഞ്ഞു ടാക്ലിംഗ് ഡിസ്റ്റൻസിൻ്റെ അവിടുന്ന് ഇവൻ്റെ ബീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ടാക്ലിംഗ് ഡിസ്റ്റൻസ് ഏതാ? ഇവൻ്റെ ഫ്രണ്ട് എന്നുള്ള ടാക്ലിംഗ് ഡിസ്റ്റൻസ് ഏതാ? ഇവിടെ ഞാനൊരു മാർക്കിംഗ് കിട്ടുന്നു. അപ്പോൾ ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യണം? ഡിഫൻഡറെ ബീറ്റ് ചെയ്തിട്ട് പോകണം. ഇവർക്ക് ഇത്ര വരെ എടുക്കാൻ പറ്റുള്ളൂ. ഇവിടുന്ന് ബീറ്റ് ചെയ്ത് എങ്ങനെ പോകണം? നീ ചില ആൾക്കാർ ഇപ്പം എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ ബീറ്റ് ചെയ്തിട്ട് ഇങ്ങനെയൊക്കെ പോകുന്നു. ഡിഫൻഡറെ ബീറ്റ് ചെയ്ത് ഇവിടുന്ന് അങ്ങോട്ട് പോസ്റ്റ് പഠിച്ചാൽ എത്ര റിസ്ക് ഉണ്ട് എന്ന് ആലോചിച്ച് നോക്കി. അത് പോസ്റ്റ് ഇവിടുന്ന് അടിച്ച ഗോളാവോ? ഇല്ലല്ല. അപ്പോൾ അതിനാണ് ഇവിടുന്ന് ഈ ടച്ച് വരുന്നത്. ഇവിടുന്ന് ഈ ടച്ച് എന്ത് ചെയ്യണം? ഒരു ട്രയാങ്കിൾ മോഡലിൽ പോകണം. ഇവിടുന്ന് ഇതിൽ പോകണം. മനസ്സിലായോ? ഈ കാര്യം അഞ്ചെട്ടിൻ്റെ പേരിൽ എന്നാൽ അഞ്ച ബോൾ സെൻറ്റർ നേരെ വരുന്ന ബോൾ എടുക്കുക. ഈ 3 ടച്ച് ബോൾ എടുത്തു കഴിഞ്ഞാൽ ആരെടുത്തുന്നാണോ ഈ അങ്ങനെ ടച്ച് ചെയ്യുന്നത് ആൾക്ക് പണിഷ്മെൻ്റ് ഉണ്ട്. 10%. ഓക്കെ? ശരിയാണോ? ആർക്കെങ്കിലും മനസ്സിലാകത്തുണ്ടോ? ആ ചോദിച്ചോ? ഇവിടുന്ന് പോകുമ്പോൾ ഇവിടുന്ന് ഇത് കൂടുതൽ നിങ്ങൾക്ക് എന്താണ് മറ്റേ ഇതുണ്ടാവില്ല. ഇവിടുന്ന് പോകുമ്പോൾ നമുക്ക് ബാക്കിൽ നോക്കാൻ പറ്റില്ലല്ലോ. നിങ്ങൾ ഇവിടുന്ന് അങ്ങനെ സാധാരണ നോർമൽ ചെയ്തില്ല. ബാക്കി അടുത്ത വേണ്ടേ ഒരു കിട്ടണം. ഈ വൈക്ക് വരെ എനിക്ക് മൂവ്. ഓക്കെ, ഗുഡ് വൺ. അടുത്ത സ്റ്റാർട്ട് ചെയ്തോ. അത്ര പോകുന്നുള്ളൂ. സ്പീഡ് ചെയ്യേ. എല്ലാം നടക്കാനല്ല. സ്പീഡ്. ഓക്കെ, അടുത്ത പോകാം. അയ്യ, എങ്ങോട്ടാ വരേണ്ടേ? എങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ എനിക്ക് പോകാൻ അവിടെ ആവശ്യമില്ലല്ലോ. ഇവിടെ നിന്ന് ചെയ്ത് പോ. ചെയ്ത് ചെയ്യുന്നില്ല. സ്റ്റാർട്ട് ചെയ്തു. യെസ്. ഗുഡ് അതന്നെ. പോട്ടെ ബാബാ. ഒന്നുകൂടി സ്പീഡ് തരണം. സ്പീഡ് കൂട്ട്. അങ്ങനെയല്ല, ബോൾ ഇങ്ങോട്ട് ഈ ഇവൻ്റെ ഈ ഫ്രണ്ടിലോട്ടൊക്കെ എൻ്റെ ബോൾ വന്നിട്ട് കട്ട് ചെയ്തിട്ട് പോട്ടെ. സ്പീഡ്. യെസ്. പോട്ടെ. സ്പീഡ്. കടന്നു ഇപ്പുറത്തേക്ക് കടന്നു. പോട്ടെ. സ്പീഡ്. ഡ്രിബ്ലിംഗ്. ഇതിനാണ് ആ പോസ്റ്റ് അവിടെ ഞെട്ടിട്ടുള്ളത്. എത്ര പോകരുത് എന്ന് പറയാൻ. ഇതിൻ്റെ ഉള്ളിൽ കിട്ടണം. ഇങ്ങനെ പോകുന്ന പാസിന് എന്താ പറയുക? ഞാൻ നേരത്തെ ഒരു പേര് പറഞ്ഞോ? ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയല്ലേ? അതേമാതിരി തന്നെ ആ രീതിക്ക് പാസ് പോകണം. കേട്ടാ? സ്പീഡ് വേണം. ഒരു മിനിറ്റ്. ഇപ്പോൾ എന്തുണ്ട്? നിങ്ങൾക്ക് ഡിഫൻഡർക്ക് ഒരു കണ്ടീഷൻ ഉള്ളായിരുന്നു. ഇവിടുന്ന് മൂവ് ചെയ്യാൻ പാടില്ല. ഡിഫൻഡറെ കണ്ടീഷൻ മാറ്റുകയാണ്. ഡിഫൻഡർക്ക് മൂവ് ചെയ്യാം. ഇതൊക്കെ എടുത്ത് പോയിട്ട് ഡിഫൻഡർക്ക് മൂവ്. ഞാൻ എന്ത് ചെയ്യണേ? ഇതൊക്കെ എടുത്ത് റിമൂവ് ചെയ്തു. നിങ്ങൾ സാധാ നോർമലായിട്ട് അവിടെ ഒരു പോസ്റ്റ് വെച്ചിട്ടുണ്ട്. അവിടെ ഒരു പോസ്റ്റ് ഉണ്ട്. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്താൽ മതി. നിങ്ങൾ പുറത്തേക്ക് വാ. വേഗം പുറത്തേക്ക് വാ. കളഞ്ഞ സ്പീഡ് പോകണം. ഇന്ന് വെള്ളം വെക്കരുതാ. സ്പീഡാണോ? ഏത് ഭാഗത്തേക്കെങ്കിലും ഡ്രിബിൾ ചെയ്തിട്ട് പോകും. ഓക്കെ, ഡ്രിബിൾ ചെയ്ത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യേണ്ടി? അവനെ ഡ്രിബിൾ ചെയ്ത് കഴിഞ്ഞു. ഇതൊന്ന് ഷൂട്ട് ചെയ്യാൻ പാടില്ല. ബാക്കി വന്ന ചെയ്ത് ആ ബോസിൽ മുന്നേ വരെ എങ്ങനെ പോകും? അവനക്ക് അങ്ങോട്ട് പോകും. അവനെ അവിടെ നിന്ന് സാധാ നമ്മൾ 1:1 ചെയ്യുന്ന മാതിരി 1:1 ചെയ്യില്ല. ഇപ്പോൾ ഞാനും അഞ്ചും ഇങ്ങനെയാണ് 1:1 പറയും. അത് മനസ്സിലായിരുന്നു. ഇത് 5 ഞാൻ ഡിഫൻഡറല്ല. ഇങ്ങനെ അവനാണ്
ഞാൻ നിന്റെ മാതിരി അങ്ങനെ അവൻ ചെയ്യാം. എനിക്ക് ബോൾ എടുക്കാം, എങ്ങനെ ബോൾ എടുക്കാം? ഒന്നുകാട്ടല്ല, ബോളൊക്കെ എങ്ങനെ എടുക്കാം? സാധാരണ ഒരു ഡിഫൻഡർ ചെയ്യുന്ന മാതിരി എനിക്ക് ബോൾ എടുക്കാം. ശരിയല്ലോ? തട്ടിയെടുക്കുമ്പോഴാണ് എനിക്ക് ഇവിടെ സ്കോർ ചെയ്യും. ഓ അന്നെ ബീറ്റ് ചെയ്ത് പോയോ, എനിക്ക് സ്കോർ ചെയ്യാൻ ഞാൻ അനുവദിക്കരുത്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തോ. അടുത്ത സ്റ്റാർട്ട് ചെയ്തോ. ഓക്കെ, ഔട്ട്. അടുത്ത ടീമിൻ്റെ അതിൽ മിസ്റ്റേക്ക് എന്താണെന്ന് പറഞ്ഞു കേട്ടാ. സ്റ്റാർട്ട് ചെയ്തു, സ്റ്റാർട്ട് ചെയ്തു. പോട്ടെ പോട്ടെ പോട്ടെ. ഇവിടെ ചെന്നിട്ടേ പോസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. അപ്പം എന്ത് ചെയ്യണം? പാസ് ആ ബോളേക്ക് മൂവ് ചെയ്യണം. അടുത്ത സ്റ്റാർട്ട് ചെയ്യും. അതൊരു നമ്പർ. ഗുഡ് ബൈ.